ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ക്വിക്ക് വിന്നിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഭരണഘടനാ ഭേദഗതി എന്ന ടോപ്പിക്കാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ടോപ്പിക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. കാരണം മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ ടോപ്പിക്കിൽ നിന്ന് വരാറുണ്ട്. ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കുമാണ്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പം ഇന്ത്യൻ ഭരണഘടന ഭേദഗതി എന്ന് പറയുന്നത് നെയ്തർ ഫ്ലെക്സിബിൾ നോർ റിജിഡ് ആണ്. അതായത് നമുക്ക് അത്ര എളുപ്പത്തിൽ നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ കഴിയില്ല, എന്നാൽ ഭേദഗതി ചെയ്യാൻ കഴിയാത്തതും അല്ല. ഈ ഫ്ലെക്സിബിൾ എന്നതിനൊരു ഉദാഹരണമാണ് ബ്രിട്ടൻ്റെ ഭരണഘടന. ബ്രിട്ടൻ്റെ ഭരണഘടന നമുക്ക് ഒരു ഓർഡിനറി ആക്റ്റൊക്കെ പാസ് ചെയ്തെടുക്കുന്ന പോലെ പാസ് ചെയ്തെടുക്കാൻ കഴിയും. പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് അമേരിക്കൻ ഭരണഘടനാ ഭേദഗതി പോലെ അത്ര റിജിഡ് അല്ല. അമേരിക്കൻ ഭരണഘടനാ ഭേദഗതി അത്ര എളുപ്പത്തിൽ എന്ത് ചെയ്യില്ല, പാസ് ചെയ്തെടുക്കാൻ കഴിയില്ല. പക്ഷെ അത്രയ്ക്ക് റിജിഡ് അല്ല ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഈ ഭരണഘടനാ ഭേദഗതി എന്ന ഈ പ്രൊസീജിയർ ഏത് ഭാഗത്ത് ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. അത് പാർട്ട് 20 ആർട്ടിക്കിൾ 368 പറയുന്നത്. ഇനി നമുക്കിത് ഭരണഘടനാ ഭേദഗതി അമെൻഡ് ചെയ്യാൻ കഴിയും എങ്കിലും അതിൻ്റെ ബേസിക് സ്ട്രക്ചർ നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് പറയുന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയറിലോട്ട് കടക്കുമ്പം എവിടെയാണ് നമുക്കിത് ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിയുന്നത്? അത് നമുക്ക് ഏത് സഭയിലായാലും കുഴപ്പമില്ല. ലോക്സഭയിലോ രാജ്യസഭയിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ നമുക്കത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിൽ പറ്റില്ല. ലോക്സഭയിലോ രാജ്യസഭയിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇനി ആർക്കൊക്കെ ഇത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും? അതൊരു മിനിസ്റ്റർക്ക് മാത്രമാണോ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നത്? അല്ല, അതൊരു പ്രൈവറ്റ് മെമ്പർക്ക് പോലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ അതിന് പ്രസിഡൻറ്റിൻ്റെ പ്രയർ റെക്കമെൻഡേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി അത് ഏത് മെജോറിറ്റിയിലാണ് നമ്മൾക്ക് പാസ്സാക്കാൻ കഴിയുന്നത്? അത് സ്പെഷ്യൽ മെജോറിറ്റിയിലാണ്. അതായത് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു സഭയിൽ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ 1/2 + 1 അവരുടെ മെജോറിറ്റി. 1/2 + 1 അത് കൂടാതെ എത്ര മെമ്പേഴ്സ് അന്ന് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ചെയ്തിട്ടുണ്ട്, അവരുടെ 2/3 മെജോറിറ്റി. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഏതാണോ കൂടുതലുള്ളത് അത് ഉണ്ടായാൽ മതി. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഓരോ സഭയും സെപ്പറേറ്റ് ആയിട്ട് പാസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിന് നോ പ്രൊവിഷൻ ഫോർ ഹോൾഡിംഗ് ജോയിൻറ്റ് സിറ്റിംഗ്. ഇൻ കേസ് ഈ രണ്ട് സഭകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിലും ഇതിന് ജോയിൻറ്റ് സിറ്റിങ്ങിന് പ്രൊവിഷൻ ഇല്ല. ഇത് ഓരോ സഭയും സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ് ചെയ്യണം. ഇനി ഇത് ഓരോ സഭയും പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ഫെഡറൽ പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, അതായത് ഫെഡറൽ പ്രൊവിഷൻസ് പറയുന്നത് ഓരോ സ്റ്റേറ്റ്സിന് ഓരോ റൂൾസും ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അമെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ പകുതി സ്റ്റേറ്റ്സ് റാറ്റിഫൈ ചെയ്യണം. ആ പകുതി സ്റ്റേറ്റ്സിന് സിമ്പിൾ മെജോറിറ്റി മതി, സ്പെഷ്യൽ മെജോറിറ്റി വേണമെന്നില്ല. സിമ്പിൾ മെജോറിറ്റിയിൽ പക്ഷേ ഹാഫ് സ്റ്റേറ്റ്സ് റാറ്റിഫൈ ചെയ്യണം. അതും കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ അപ്രൂവലാണ്. പ്രസിഡൻറ്റിൻ്റെ അപ്രൂവലിലേക്ക് വരുമ്പം അവിടെ പ്രസിഡൻറ്റിന് പോക്കറ്റ് വീറ്റോ ഇല്ല. അതേപോലെ തന്നെ ഈ ബില്ല് തിരിച്ചു പാർലമെൻറ്റിലേക്ക് അയക്കുവാനും കഴിയില്ല. അതായത് ഇത് പ്രസിഡൻറ്റിൻ്റെ ഒബ്ലിഗേറ്ററി ആണ്, അതായത് കടമയാണ് ഇത് സൈൻ ചെയ്യുക എന്നുള്ളത് പ്രസിഡൻറ്റിൻ്റെ കടമയാണ്. ഇനി
പ്രസിഡൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആക്റ്റായി മാറുന്നതാണ്. അതേപോലെ എത്ര ടൈപ്സ് ഓഫ് അമെൻമെൻറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് 360 ആർട്ടിക്കിൾ 368 2 ടൈപ്സ് ഓഫ് മെജോറിറ്റി 2 ടൈപ്സ് ഓഫ് അമെൻമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് സ്പെഷ്യൽ മെജോറിറ്റിയും അതേപോലെ തന്നെ അടുത്തത് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദി പാർലമെൻറ്റ് ആൻഡ് ദ റാറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആവശ്യമായിട്ടുള്ളത്. ഇത് രണ്ടും മാത്രമേ ആർട്ടിക്കിൾ 368 പറയുന്നുള്ളൂ. എന്നാൽ ബാക്കി മറ്റ് ചില ആർട്ടിക്കിളുകളിലായിട്ട് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ് ചെയ്തെടുക്കാൻ കഴിയുന്ന അമെൻമെൻറ്റ്സിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിലെ അമെൻമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ആർട്ടിക്കിളിനെ കുറിച്ചും അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.